പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ ഇന്ന് പങ്കെടുക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. KPCCയുടെ സംസ്കാര സാഹിതിയുടെ നാഗമ്പടത്ത് നടക്കുന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് പ്രേംകുമാർ മുഖ്യാതിഥി എത്തുന്നത്. പ്രേംകുമാറും കോൺഗ്രസിലേക്ക് എത്തും, അല്ലെങ്കിൽ കഴക്കൂട്ടത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രേംകുമാർ പറഞ്ഞത് താൻ ഒരു കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളാണ്, തൻ്റെ പിതാവ് INTUCയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞ പ്രേംകുമാർ എന്ത് വിസ്മയമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണണം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുക. ഡാന്, കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രേംകുമാർ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന്? കഴക്കൂട്ടത്ത് നമുക്കറിയാം നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് UDF ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. BJPക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പ്രേംകുമാർ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത്തരത്തിലുള്ള അനൗദ്യോഗികമായ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം പല മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പ്രേംകുമാറുമായി ഫോണിലും അല്ലാതെയുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ഇന്നലെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാക്കി പ്രേംകുമാറിനെ അവതരിപ്പിച്ചാൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കഴക്കൂട്ടത്തും കാട്ടാക്കട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരുകൾ പറഞ്ഞു കേട്ട 2 സ്ഥലങ്ങൾ ഇതായിരുന്നു. അവിടെയൊക്കെ ഒരു പടി മുമ്പോട്ട് പോയിട്ടുണ്ട്. കാരണം ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിൽ കൂടി പാർട്ടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ തരത്തിൽ ഈ ഗൃഹസന്ദർശനമടക്കം മുമ്പോട്ട് പോകാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചാൽ അത് നിലവിൽ അത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയവരുടെ മനോവീര്യം തകർക്കുമോ എന്നൊരു ആശങ്കയാണ് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾക്കുള്ളത്. അവർ അക്കാര്യം സംസ്ഥാന നേതാക്കളെ, പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം KPCC അധ്യക്ഷനെയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടത്തുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമാകും, കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മുന്നോടിയായി തന്നെ വേണം ഇന്ന് സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ കോട്ടയത്ത് അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ എത്തുന്നതും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ അർഹമായ ഒരു പ്രാതിനിധ്യം നൽകാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവിടെ കൃത്യമായ ഒരു പരിഗണന നൽകിക്കൊണ്ട് പ്രേംകുമാറിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ചർച്ചകളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഏത് തരത്തിലാകും പ്രേംകുമാറിന് കോൺഗ്രസിൽ ഒരു കൃത്യമായ പദവി ഉറപ്പാക്കുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്ന ഈ സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടായി തന്നെ വ്യാഖ്യാനിക്കപ്പെടാനാണ് സാധ്യത. ആ വേദിയിൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്യും. എന്തായാലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് തന്നെയാണ് പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നത്. മറുവശത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം നേരത്തെ മുതൽ തന്നെ പാർട്ടിയുടെ CPMന്റെ ഭാഗത്ത് നടന്നിരുന്നു. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ ഫലം കാണാതെ പോവുകയായിരുന്നു. അങ്ങനെയാണ് പ്രേംകുമാർ ഇടതുബന്ധം പൂർണ്ണമായി തന്നെ അങ്ങ് ഉപേക്ഷിക്കുന്നു. അദ്ദേഹം UDFനൊപ്പം, പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പം എന്ന ഒരു നിലപാടിലേക്ക്, വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അവിടെയാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ സംസ്കാര സാഹിതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതോടുകൂടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് ഏറെക്കുറെ വിരാമമാകും. അവിടെ അദ്ദേഹം പരസ്യമായി നടത്താൻ പോകുന്ന പ്രതികരണങ്ങളാകും ഇനി ശ്രദ്ധേയമായി മാറുക. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.